ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നു. ഈ ഒരു അറിയിപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ റീഡിംഗ് കാണുക. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഡിങ്ങും കൂടിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിങ് മുഴുവനുമായിട്ട് കാണേണ്ടതായിട്ട് വരും. സോ എന്താ പറയുക, നിങ്ങൾ ഇത് മുഴുവനുമായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഓവറോൾ എനർജി നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഏതൊരു ചിന്താഗതിയിലാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനർജി എന്താണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി ഏത് ലെവലിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത്, ഏത് എനർജിയിലേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ദ ലേഡി ബക്ക് ആൻഡ് സ്വീറ്റ് പീ ആണ്. ഹാപ്പിനെസ് ആണ്, മധുരത്തെയാണ് സൂചിപ്പിക്കുന്നത്. മധുരം എന്ന് പറയുന്നത് സന്തോഷമാണ്. നമ്മൾ സന്തോഷം വരുമ്പോഴാണ്, അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോഴാണ് മധുരം കഴിക്കുന്നത്, അല്ലേ? മധുരമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ പറയും, മധുരമായിട്ടുള്ള ഓർമ്മകൾ എന്ന്. ഈ മധുരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് പോലും എന്താ പറയാ, സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളെയാണ് നമ്മൾ ഉപമിച്ചുകൊണ്ട് മധുരമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ സന്തോഷം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് സന്തോഷം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സന്തോഷത്തിലേക്ക് മാറ്റാനാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിഷമിച്ചിട്ടായിരിക്കാം നിൽക്കുന്നത്, നിരാശയോട് കൂടിയായിരിക്കാം നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ ഉറപ്പായിട്ടും സന്തോഷം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ പേഴ്സൺ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത്. സന്തോഷത്തെയാണ് ഈ വ്യക്തി ഇപ്പോൾ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ട്രഗിളിംഗ് ആയിരിക്കാം, തേർഡ് പാർട്ടി ഇഷ്യൂസ് ഉണ്ടാകാം, എന്ത് തൊട്ടാലും, എന്ത് ചിന്തിച്ചാലും, എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാലും പ്രശ്നങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, എപ്പോഴും നമുക്ക് സങ്കടങ്ങളായിരിക്കില്ല. ഭഗവാൻ അല്ലെങ്കിൽ പ്രപഞ്ചശക്തി എപ്പോഴെങ്കിലും നമുക്ക് ഒരവസരം തരും. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും, അത് ഓരോ സോളാണ്, ഓരോ എനർജിയാണ്, അല്ലെ? നമ്മൾ ശരീരം കൊണ്ട് മാത്രമാണ് ഓരോരുത്തരെ ഓരോ പേരിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഇത് ഇന്ന ആളാണ്, ഇത് ഇന്ന ആളാണ്, ഇന്ന ആളുടെ മകളാണ്, ഇന്ന ആളുടെ മകനാണ് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ ആത്മീയപരമായിട്ട് പറയുമ്പോൾ നമ്മൾ ശരീരമൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആത്മാവാണ്, അല്ലെ? നമ്മൾ ഓരോ എനർജിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭൂമിയിൽ വന്നതിന് അതിൻ്റെതായിട്ടുള്ള ജന്മ നിയോഗങ്ങളുണ്ട്, ജന്മ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹാപ്പിനെസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ആ ഒരു റിലേഷൻഷിപ്പ് ഹാപ്പിനെസ്, സന്തോഷകരമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഡിസഗ്രിമെന്റ്സ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡിസഗ്രിമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ, അതായത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഒരുപാട് ആഗ്രഹങ്ങൾ, നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് കല്യാണം കഴിക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു ബന്ധത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ പലതും ഈ വ്യക്തി തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് there are lots of disagreements. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കും, രണ്ടു പേരും ഒരു അത്ര രസത്തിലല്ല, അത്ര സന്തോഷത്തിലല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ഈ പേഴ്സന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആ ഒരു കാര്യങ്ങൾ പലതും ഈ വ്യക്തി വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊന്നും കേൾക്കാതെ ശ്രദ്ധിക്കാതെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, അത് നമുക്കിപ്പോൾ ശരിയാവില്ല, നമുക്ക് പിന്നത്തേക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. ആ കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം നടപ്പിലാക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് നിങ്ങളുടെ ആ ഒരു പഴയ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാനാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വരാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്, ഓരോ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഈ പേഴ്സന്റെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അന്ന് നോ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ വ്യക്തി അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സെൽഫ് ഡൗട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഫീലിങ്സ് ഓഫ് ഇനാഡിക്കസി ആണ്. അതായത് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട്, തടസ്സപ്പെടുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ഗുഡ് ന്യൂസ് ആണ്. ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റ് ആകാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളായിരിക്കും തടസ്സപ്പെടുത്തുന്നത്. പക്ഷെ നമുക്കിവിടെ ഭൂരിഭാഗം കാണാൻ സാധിക്കുന്നത് പാരൻസ് തന്നെ ആയിട്ടാണ്, അച്ഛനമ്മമാർ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അച്ഛനമ്മമാരുടെ ഒരു ഇഷ്ടക്കുറവ്, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യക്കുറവ്, അവരുടെ ഒരു എതിർപ്പുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പേഴ്സണെ അവര് ഒരു പരിധി വരെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തടസ്സപ്പെടുത്തിയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ നിന്നുമൊക്കെ സ്വതന്ത്രമായിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ പല ശ്രമങ്ങളും പല പരിശ്രമങ്ങളും വിജയിച്ചു തുടങ്ങിയിരിക്കുന്നു. അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദ സാക്രിഫൈസ് ആണ്. ലവ് മേ കം വിത്ത് സാക്രിഫൈസസ്, ഇവാലുവേറ്റ് വാട്ട് യു ആർ വില്ലിംഗ് ടു ഗീവ് അപ്പ്. നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ്. ഒരു ത്യാഗത്തോടു കൂടി മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. കാരണം ഈ പേഴ്സണ് പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ സ്വന്തമാക്കുന്നതിൽ എതിർപ്പ് നിൽക്കുന്ന വ്യക്തികളെ, എതിർ കക്ഷികൾ ഒരുപക്ഷെ ഈ പേഴ്സന്റെ പാരന്റ്സ് ആണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മറ്റെന്തെങ്കിലും, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം എതിർപ്പ് നിൽക്കുന്നത്, അവരെ വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥ, എന്തൊക്കെയോ കാര്യങ്ങൾ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. അത് ആദ്യം ഈ വ്യക്തി ത്യജിക്കാനോ സാക്രിഫൈസ് ചെയ്യാനോ തയ്യാറായിരുന്നില്ല. എപ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഈ പേഴ്സൺ ക്വസ്റ്റ്യൻ മാർക്കിൽ ഇട്ടിരുന്നത്, ഒരു ചോദ്യ ചിഹ്നത്തിൽ ഇട്ടിരുന്നത്. കാരണം ബാക്കി എല്ലാം ഈ വ്യക്തിക്ക് വേണം. ഈ വ്യക്തിയുടെ ജോലി വേണം, പണം വേണം, പൈസ വേണം, പാരന്റ്സ് വേണം, കൂട്ടുകാർ വേണം, എല്ലാവരും വേണം. നിങ്ങളുടെ കാര്യം വരുമ്പോൾ ഓക്കെ, ഒന്ന് മാറ്റി നിർത്താം, ഒന്ന് ചിന്തിക്കാം, ചിന്തിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കാം, അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യ ചിഹ്നത്തിലായിരുന്നു ഈ പേഴ്സൺ, വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ഈ വ്യക്തി നിങ്ങളെ വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കണം, അതിന് ഈ വ്യക്തി തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കുക പോലും ഇല്ലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ഈ വ്യക്തിക്ക് വലിയ താല്പര്യമില്ല എന്നുള്ളത്. സോ നിങ്ങളായിട്ട് തന്നെ മാറി നിൽക്കുന്നുണ്ടാകാം. സോ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് മറ്റെന്ത് കാര്യവും കളഞ്ഞിട്ട്
അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സിറ്റുവേഷനും ആകാം. ആൻഡ് ഓൾസോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് യെസ് മെഡിസിൻ ഗാർഡിയൻ ആണ്, ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫോർമേഷൻ ആണ്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ സമാധാനപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ, അത് കൂടുതലും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തില് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം. അത് നീങ്ങിപ്പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായിരിക്കണം കൂടുതലും നിങ്ങൾക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇൻഫോർമേഷൻ. അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു ഹീലിംഗ് ഇൻഫോർമേഷൻ ആയിട്ട്. അതൊരു ഹീലിംഗ് ഇൻഫോർമേഷൻ ആണ്, അത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. ആ ഇൻഫോർമേഷൻ എന്തായിരിക്കും എന്ന് വിചാരിച്ച് ചിന്തിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് വാസ് എ ഹീലിംഗ് ഇൻഫോർമേഷൻ. അത് സമാധാനം സന്തോഷം നൽകുന്ന ഒരു ഇൻഫോർമേഷൻ ആണ്. ആ ഒരു കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ അത് എന്തോ സമാധാനപ്പെടുത്തുന്നതായിട്ടുള്ള, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത, ദേഷ്യം തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ വ്യക്തിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം പിന്തിരിഞ്ഞു പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകുന്നതായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞതായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അറിയിപ്പായിരിക്കും, ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വരാനായിട്ട് പോകുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് വാവ് പ്രപ്പോസൽ ആണ്. ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ ഈ ഫ്യൂച്ചറിൽ അടുത്തായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നുണ്ട്. അത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നാണ്. അതൊരു പുതിയ അധ്യായമായിരിക്കും, ന്യൂ ചാപ്റ്റർ ആയിരിക്കും. ഇത്രയും കാലം എന്ത് നടന്നോ, എന്തനുഭവിച്ചോ, എന്ത് സംഭവിച്ചോ അതൊന്നും ഒരു വിഷയമേ അല്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ പ്രപ്പോസൽസ് നേടിയെടുക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ പ്രപ്പോസൽ, അതായത് നിങ്ങളെ വന്ന് പ്രപ്പോസ് ചെയ്യാനും, ഇപ്പോൾ കല്യാണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു വഴി പ്രൊസീഡ് ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫറുമായിട്ടാണ് ഈ പേഴ്സൺ വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്, ജസ്റ്റ് പ്രണയിച്ച് നടന്നാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം, രണ്ടുപേർക്കും ഫാമിലി ഉണ്ടാകാം. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ സംതിങ് ഒരു നിങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പ്രപ്പോസലുമായിട്ട്, ഒരു ഓഫറുമായിട്ട് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അഡിക്ഷൻസിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വരുന്നു. റിയാക്റ്റീവ് ബിഹേവിയേഴ്സ്, റിക്ലെയിമിങ് യുവർ പവേഴ്സ്, മോശപ്പെട്ട സ്വഭാവം, മോശപ്പെട്ട സ്വഭാവ രീതി, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില അഡിക്ഷൻസ്, ചില അടിമത്വം, അതായത് എന്തിനോടെങ്കിലും ഒരു ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടിട്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അഡിക്ഷൻസ് എല്ലാം വേണ്ടാന്ന് വെക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്നും തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ, കുറെ ഊഹങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റീഡിംഗ് മുഴുവനുമായിട്ട് കാണാൻ, കുറച്ച് കണ്ടു കഴിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടത്തില്ല, നിങ്ങളുടെ എനർജിയും ഇവിടെ കിട്ടത്തില്ല. കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കണം. സോ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു ഹീലിംഗ് ഇൻഫോർമേഷൻ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ഹീലിംഗ് ഇൻഫോർമേഷൻ നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഡിസ്കൗണ്ടിന്റെ നമ്പർ നമ്മൾ ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. റീഡിംഗ് കിട്ടാത്ത ആൾക്കാരെ വിഷമിക്കേണ്ട ആവശ്യമില്ല, തരുന്നതായിരിക്കും. സോ ഇത്രയുമാണ് പറയാനുള്ളത്. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.